ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ടാഞ്ചിബിൾ ഡിസൈൻസ്, നോൺ ടാഞ്ചിബിൾ ഡിസൈൻസ് ആൻഡ് ബിസിനസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ് 3 കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ സ്ട്രീംസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ടാഞ്ചിബിൾ ഡിസൈനെ കുറിച്ച് പറയുവാണെങ്കിൽ, ടാഞ്ചിബിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡിലേക്ക് വേണ്ടിയുള്ള ഡിസൈൻസ് ആണ്. സോ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുമ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസൈൻ ആൻഡ് ഫേർണിച്ചർ ഡിസൈൻ, അങ്ങനെ എക്സെട്ര 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 വരുന്നുണ്ട്. അപ്പോൾ ഈ വക രീതിയിലുള്ള ഫിസിക്കൽ വേൾഡിന് വേണ്ടി ഉള്ള നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ ഡിസൈന് നമ്മൾ ടാഞ്ചിബിൾ ഡിസൈൻ എന്ന് പറയും ഫോർ ഫിസിക്കൽ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് നോൺ ടാഞ്ചിബിൾ ഡിസൈൻസ് എന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിന് വേണ്ടിയുള്ള ഡിസൈൻസ് എല്ലാം നോൺ ടാഞ്ചിബിൾ ഡിസൈൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ആനിമേഷൻ വരുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോൺ ടാഞ്ചിബിൾ ഡിസൈൻസിൻ്റെ കൂട്ടത്തിൽ പെടും ഫോർ ഡിസൈൻ ഫോർ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡിസൈൻസ് ആണ്. IT ഫീൽഡിന് വേണ്ടിയുള്ള ഡിസൈൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ടേം ഉണ്ട്, UI/UX എന്ന് വെച്ചാൽ ഇൻറ്ററാക്ഷൻ ബേസ്ഡ് ഡിസൈൻസ് ആണ്. ഇൻറ്ററാക്ഷൻ ബേസ്ഡ് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പം മണി ട്രാൻസാക്ഷൻ്റെ ആപ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെസിഫിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിപ്പം ഫോണിൽ നോക്കി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആണ്. സോ ഈ വക കാര്യങ്ങൾ എല്ലാം ഇൻറ്ററാക്ഷൻ ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആപ്പ് വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഗവൺമെൻറ് ആപ്സ് കുറേ ഉണ്ട്, ഇതുപോലെ തന്നെയുള്ള സർവീസസിന് വേണ്ടിയുള്ള ആപ്സ്, സർവീസസ് ആപ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് പെടുത്താം ഏതിൻ്റെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഡിസൈൻസ് അല്ലെങ്കിൽ IT ഡിസൈൻസിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ഡിസൈനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ബ്രോഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ്, ഗ്രാജുവേഷൻ കോഴ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സോ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഇൻഡസ്ട്രിയെ ശരിക്കും പഠിക്കാൻ ശ്രമിക്കണം, ലൈക്ക് റിസർച്ച് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിസൈൻ ഫീൽഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിസൈനിൻ്റെ കോൺസെപ്റ്റിൽ ആ കോൺടെക്സ്റ്റിൽ മാത്രം ഞാൻ പറയുകയാണ്. ഡിസൈനിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രീംസ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട് ഡിസൈനിൽ, ഞാനപ്പോൾ ഇതിലോട്ടാണ് പോകേണ്ടത്, എൻ്റെ ടേസ്റ്റ് ചെയ്തതിലാണ്, അതിന് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമോ, അതിലെനിക്ക് കൂടുതൽ തിളങ്ങാൻ പറ്റുമോ, വിളങ്ങാൻ പറ്റുമോ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ സ്ട്രീം എടുത്തിട്ട് പോകേണ്ടതിന് ഇങ്ങനെ നല്ലൊരു ഡെപ്തിലുള്ള റിസർച്ച് നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ചിലപ്പം പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലും എല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, BTech ഒത്തിരി ആൾക്കാർ BTech എടുക്കുന്നുണ്ട്, പക്ഷേ BTech കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. BC എടുക്കുന്നുണ്ട്, BC കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം എടുക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതലും പേരൻസിൻ്റെ പുഷിങ്ങിന് എടുക്കുന്നു, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ എടുക്കുന്നു, നിങ്ങളുടെ തന്നെ അല്ലെങ്കിൽ ആ ചേരുന്ന കുട്ടികളുടെ ഫ്രണ്ട്സ് പറയുന്നു ഞാനത് ചേർന്നു, അപ്പോൾ നിങ്ങളും പോയി ചേരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഫ്രണ്ട്സിൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ടേസ്റ്റ്. ചിലപ്പം വളരെ ലീസ്റ്റ് കേസിൽ മാത്രമേ ഫ്രണ്ട്സിൻ്റെ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റുമായി മാറുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് എന്താണ്, നമ്മളുടെ ഫീൽഡ് വഴങ്ങുന്ന ആ ഒരു ഫയർ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ തലയിൽ ഹോബീസ് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആലോചിക്കണം. അല്ലാതെ ഞാൻ ഡോക്ടറാവണം, ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് ഒരു യാന്ത്രികമായിട്ട് പോകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ലൈക്ക് പേരൻസ് പറയും, ഞാൻ ഡോക്ടറാണ്, എൻ്റെ മോൻ ഡോക്ടറാവണം, അതുപോലെ തന്നെ അപ്പുറത്തെ അയാളുടെ നെയ്ബറിൻ്റെ മോൻ ഡോക്ടറായി, എൻ്റെ മോനെ ഡോക്ടറാക്കണം. അങ്ങനത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇൻഡസ്ട്രിയിൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സം പെർസെൻറ്റേജ് ആൾക്കാർ അങ്ങനെ പോകാൻ പറ്റും, പക്ഷേ അവിടെയും അവർ മനസ്സുകൊണ്ട് ഹാപ്പിലി ലിവിങ് അല്ല. മനസ്സിലായില്ലേ? പ്രൊഫഷണലി നമുക്കൊന്ന് എക്സൽ ചെയ്യണമെങ്കിൽ സൗണ്ട് നോളജ് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കണം ആദ്യം ഫീൽഡിനെ കുറിച്ച്. അറ്റ് ദ സെയിം ടൈം അത് കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഫീൽഡിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഫീൽഡ് ചൂസ് ചെയ്തിട്ട് ആ കോഴ്സിൽ കയറുക. നമുക്ക് മനസ്സിരുത്തി പഠിക്കാൻ പറ്റും, അതുപോലെ നല്ല ഭംഗിയായിട്ട് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സക്സസ്ഫുള്ളി. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇൻഡസ്ട്രിയിൽ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. അവിടുന്ന് അങ്ങോട്ട് വെച്ചിട്ട് കയറ്റം പോലെ നമുക്ക് ഇൻഡസ്ട്രിയിൽ താല്പര്യം തോന്നും. നമുക്ക് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ടേസ്റ്റിൻ്റെ ഫയർ വെച്ചിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കയറി കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് ഫീൽഡിൽ തന്നെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകേണ്ട
കാര്യങ്ങൾ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ എക്സ്ട്രാ കോഴ്സുകളോ വല്ലതും എടുത്ത് ഫീൽഡ് ചേഞ്ച് ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. സോ ഇതിനൊന്നും പ്രശ്നങ്ങളില്ല. ഇങ്ങനെ നമ്മൾ ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഏത് ഫീൽഡിലോട്ട് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡ് ചൂസ് ചെയ്യുന്നു, ആ ഫീൽഡിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, കോഴ്സ് കഴിയുന്നു, ആ ഫീൽഡിലേക്ക് തന്നെ കൂടുതലായിട്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ മൈൻഡ് വരും, ഡിപ്രഷൻ വരും, കാര്യങ്ങൾ അങ്ങനെ കുറേ നടക്കുന്നുണ്ട്. പല ആൾക്കാരും പാതി വഴി വെച്ച് നിർത്തിയിട്ട് വേറെ പല ജോബുകൾക്കും പോകേണ്ടി വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കോഴ്സിന് പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ. ഓക്കെ ഗൈസ്, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എങ്ങനത്തെ ടൈപ്പിലുള്ള വർക്ക് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, IT ഫീൽഡിൽ പോലത്തെ ജോബ്സ് ആണോ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ചെയ്തു പോകുന്ന റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തു പോകുന്ന വർക്കാണോ നമുക്ക് ആഗ്രഹം? അവിടെ ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ ഹൈ സാലറി കൊണ്ട് റെപ്പറ്റേറ്റീവ് ടാസ്ക് ആണ്, പിന്നെ ലെസ് ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണ് താല്പര്യം കൂടുതലെങ്കിൽ, ടേസ്റ്റ് കൂടുതലെങ്കിൽ നമ്മൾ പോകേണ്ടത് യു ക്യാൻ ഗോ ഫോർ UI/UX. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് സ്റ്റോറി ടെല്ലിംഗ് ഡ്രിവനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ ജോബാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ അവിടെ നമുക്കുള്ളത് മോർ ക്രിയേറ്റീവ് ഫീൽഡ്, നല്ല ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടും, ഷെഡ്യൂൾ ഭയങ്കരമായിരിക്കും, ടൈറ്റ് ഷെഡ്യൂളായിരിക്കും, സാലറിയും ഹൈ പേയിങ് സാലറി തന്നെ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതൊക്കെ ഫീൽഡ് തിരഞ്ഞെടുക്കണം? കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഒരു ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, VFX, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻസ്, മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈനെ നമ്മൾ റിയൽ ടൈമിൽ, റിയൽ ടൈം എന്ന് പറഞ്ഞതിനേക്കാൾ റിയൽ വേൾഡിൽ നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെ തൊട്ടറിഞ്ഞ് ഫീൽ ചെയ്ത് അതിനെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ, ഫിസിക്കലി പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ലൈക്ക് ചെയർ ഒരു എക്സാമ്പിളാണ്, ക്യാപ്പ് ഒരു എക്സാമ്പിളാണ്, പിന്നെ ബൈക്ക്, കാറ്, ഫേർണിച്ചേഴ്സ് എല്ലാം ഒരു എക്സാമ്പിളാണ് ഇതിന് പറയാനായിട്ട്. ഇൻഡസ്ട്രിയൽ ഡിസൈനിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു ടേസ്റ്റാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫീൽഡിലോട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ടേസ്റ്റ് ഉള്ളവർ ഡിസൈൻ ചെയ്ത് അത് ക്രിയേറ്റായി റിയൽ വേൾഡിൽ വരുന്ന രീതിയിൽ ആണെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഉറപ്പായിട്ടും അതിനെ ചൂസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കേണ്ട കാര്യമില്ല, സങ്കോചവും വേണ്ട. ഇൻഡസ്ട്രിയൽ ഡിസൈനാണ് നിങ്ങൾക്ക് പറ്റിയത് അങ്ങനത്തെ ടേസ്റ്റ് ഉള്ളവർക്ക്. ഓക്കെ, പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, നിങ്ങളുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഫീൽഡിലാണെങ്കിൽ ഫിസിക്കൽ വേൾഡിൻ്റെയും ഡിജിറ്റൽ വേൾഡിൻ്റെയും കോമ്പിനേഷനാണ്, ഒരു ബ്ലെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസൈൻ ആക്ച്വലി ഡിജിറ്റൽ വേൾഡിൽ ഡിസൈൻ ചെയ്യുന്നു, അതിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള റിയൽ വേൾഡിലുള്ള സ്കെയിൽസ് എല്ലാം വെച്ചിട്ട് അതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു. അത് നമ്മൾ റിയൽ വേൾഡിലേക്ക് വേണ്ടിയും ഡിസൈൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിജിറ്റൽ വേൾഡിന് വേണ്ടിയും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വീട് വെക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അവർ 3Dയിൽ ആ ഒരു വീടിൻ്റെ ഫുൾ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ചെയ്യുന്നു, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നു. സോഫ ഒരു റൂമിൽ ചെറിയ റൂമോ വലിയ റൂമോ എന്നതിനനുസരിച്ച് ആ സ്പേസ് സേവിങ്ങിനെ പാലിച്ചുകൊണ്ട്, എക്കോണമിക്സും ആന്ത്രപ്പോമെട്രിയും എല്ലാം പാലിച്ചുകൊണ്ട് അതിൻ്റെ സ്കെയിൽസ് അനുസരിച്ചുള്ള ഷെൽഫും സോഫയും ടേബിളും കിച്ചൺ അപ്ലയൻസസും ഹോം അപ്ലയൻസസും എല്ലാം അതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ബെഡ്റൂമിൽ ബെഡ്, പിന്നെ ജിം ഉണ്ടെങ്കിൽ ജിമ്മിന് വേണ്ടിയുള്ള ഐറ്റംസ്, ഇതിനെല്ലാം ഒരു സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിൽ പ്രൊപ്പോർഷൻ, കറക്റ്റ് സ്റ്റാൻഡേർഡ് സ്കെയിൽസ് എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ഇത് ഫങ്ഷനിങ് ആയിട്ട് ഫിസിക്കലി വരാൻ പോകുന്നൊരു സാധനമാണ്. ബിഫോർ കൺസ്ട്രക്ഷൻ ഒരു പ്രീ വിഷ്വലൈസേഷനാണ് നമ്മളവിടെ കാണാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഡിജിറ്റൽ വേൾഡിന് വേണ്ടിയും ചെയ്യുന്നുണ്ട്, അത് ഫൈനലി ഇവൻച്വലി അത് ഫിസിക്കൽ വേൾഡിന് വേണ്ടി കൺസ്ട്രക്ട് ആവാൻ പോകുന്നൊരു സാധനമാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഹൗസ് ഓണറിനും അതുപോലെ തന്നെ ആർക്കിടെക്റ്റും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അവർക്കും ഒരു ഐഡിയ മീൻസ് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും, ലൈക്ക് ഫോർ ദ ഹൗസ് ഓണറിന്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, ഓക്കെ എനിക്ക് എങ്ങനെയല്ല വരേണ്ടത്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പം നമുക്ക് ആർക്കിടെക്ട്സിനോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനോ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനോ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും ക്ലയൻറ്റിന് തെറ്റിദ്ധാരണ മാറി കിട്ടാനും മിസ്കോൺസെപ്ഷൻസ്, ഐഡിയാസ്, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും, ത്രൂ വിച്ച് നമുക്ക് ടൈം സേവിങ് ആണ്, മണി സേവിങ് ആണ്, രണ്ടും ഇതുവഴി ഗുണകരവുമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോഴ്സിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ഉയർന്ന തരത്തിലുള്ള സിലബസ് ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പലപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് സിലബസ് വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്, ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ലൈക്ക് ഫോർ ദ ഡിസൈൻ it is very important to find out what kind of softwares and which versions are they are using.
ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ നല്ലൊരു സ്റ്റേബിൾ സ്ട്രീമാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സ്ലോ മൂവിങ് ആണ്. ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസേ ഉണ്ടാവുള്ളൂ. ബട്ട് അഗെയിൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സ്ട്രീം എന്ന് പറയുന്നത് ദി എവർഗ്രീൻ സ്ട്രീം എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ ഡിസൈനിനകത്ത് നമുക്ക് കൂടുതലും വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ പറഞ്ഞാൽ ഫേർണിച്ചേഴ്സ് വരുന്നുണ്ട്, പ്രോഡക്റ്റ് ഡിസൈൻ വരുന്നുണ്ട്, പാക്കേജിങ് ഡിസൈൻ വരുന്നുണ്ട്, വെഹിക്കിൾ ഡിസൈൻസ് വരുന്നുണ്ട്, ലൈക്ക് ഓട്ടോമൊബൈൽ ഡിസൈൻസ്. ഇതിൽ ആക്ച്വലി ടോയ് ആൻഡ് ഗെയിം ഡിസൈൻ ആ ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ഏറ്റവും എവർഗ്രീൻ എന്ന് പറയുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കിഡ്സിൻ്റെ ടോയ്സും പിന്നെ ഗെയിംസും ഒരിക്കലും അവസാനിക്കുന്നില്ല, നെവർ എൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. സോ അവിടെ ഒരു റിസഷനോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല. എപ്പോഴും എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് വേണം, കുട്ടികളുടെ സാധനങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ്, അപ്പം എല്ലാവരും വാങ്ങും. അതുപോലെ തന്നെ ഗെയിംസ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഗെയിംസിൻ്റെ ഒരു സാന്ദ്രത ഭയങ്കര കൂടുതലാണ്. ഗെയിംസ് കളിക്കുന്നതിന് ഒരു ടെൻഡൻസി കൂടുതലാണ്, ഇൻറ്റൻസിറ്റി കൂടുതലാണ്. സോ അത് രണ്ടും നല്ല ഇൻറ്റൻസിറ്റിയിലുള്ളത് കൊണ്ട് ഒരു സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഒരു റിസഷൻ സംഭവിക്കാത്തൊരു ഫീൽഡാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇൻഡസ്ട്രിയൽ ഡിസൈനിനുള്ള ഒരു സ്ട്രീമാണ് ഓട്ടോമൊബൈൽ ഡിസൈൻ. ആ ഒരു ഫീൽഡിൽ ഡിസൈനേഴ്സിന് വളരെയധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം അതുപോലത്തെ ആവശ്യങ്ങൾക്ക് ഡിസൈൻസ് നമ്മുടെ ഇന്ത്യയിലെ പല കാർ കമ്പനികളും പുതിയ രീതിയിലുള്ള റെവല്യൂഷണറി ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾക്ക്, കാറുകൾക്കും ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കും എല്ലാം. ലൈക്ക് EV ഡിസൈൻസ് വരുന്നതനുസരിച്ച് നമുക്ക് കാണാം റോഡുകളിൽ ഇപ്പോൾ കാണുന്ന EV ഡിസൈൻസ്, ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈൻസ്, നല്ല റോബോട്ടിക് ഒരു സയൻസ് ഫിക്ഷൻ മൂവീസിൽ കാണുന്ന വണ്ടികളെ പോലെയൊക്കെയുള്ള വണ്ടികൾ നമുക്ക് ബൈക്സും സ്കൂട്ടറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഓട്ടോസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഡിസൈനിൻ്റെ ഒരു കടന്നുകയറ്റം വല്ലാതെ പോസിറ്റീവ്ലി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. സോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഈസ് ഫ്ലറിഷിംഗ് ആൻഡ് ഗോയിങ് ടു ബി എ ഗോൾഡൻ ഏജ് ഇൻ ഇന്ത്യ ഇൻ കമ്മിങ് ഇയേഴ്സ്. സോ അതുവഴി ഓട്ടോ സെക്ടറിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഡിസൈൻ സ്ട്രീമിനെ കുറിച്ച് മൊത്തത്തിൽ എനിക്കിന്ന് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.